സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ, അങ്ങേക്ക് 3 മിനിറ്റ്. സർ, നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ സവിശേഷമായ പ്രാധാന്യമുള്ളൊരു ദിവസമാണ്. കാരണം രാഷ്ട്രപിതാവ് രക്തസാക്ഷിത്വം വഹിച്ചതിൻ്റെ ഓർമ്മ പുതുക്കുന്ന ദിനമാണ്. ഞാനതിവിടെ അനുസ്മരിച്ചത് മഹാത്മജിക്ക് ഈ രാജ്യത്തെക്കുറിച്ചൊരു സ്വപ്നമുണ്ടായിരുന്നു. ആ സ്വപ്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ രൂപീകൃതമായൊരു ഭരണഘടനയാൽ ഭരിക്കപ്പെടുന്ന മുന്നോട്ട് പോകുന്ന ഒരു രാജ്യമാണ് നമ്മുടെ ഭാരതം. പക്ഷേ ഇന്നത്തെ കേന്ദ്ര ഭരണാധികാരികൾ ആ ഭരണഘടനയുടെ അന്തസ്സത്തെയും മഹാത്മജിയുടെ സ്വപ്നത്തെയുമെല്ലാം കൊന്നു കുഴിച്ചു മൂടുന്ന സമീപനവുമായി മുന്നോട്ട് പോകുമ്പോൾ ദൗർഭാഗ്യവശാൽ നമ്മുടെ സംസ്ഥാനത്തെങ്കിലും കോൺഗ്രസും UDFും അതിനൊപ്പം നീങ്ങുന്ന ഏറ്റവും നിർഭാഗ്യകരമായൊരു കാഴ്ചയാണ് കാണുന്നത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇവിടെ ഡോക്ടർ മാത്യു കുഴൽനാടൻ പ്രസംഗിക്കുന്നത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് BJPക്ക് ഒരംഗം ഈ സഭയിലില്ലാത്തതിൻ്റെ കുറവ് അദ്ദേഹം പരിഹരിച്ചു എന്നുള്ളതാണ് കാണാൻ കഴിയുന്ന ഒരു കാര്യം. തീർച്ചയായിട്ടും കേന്ദ്ര ഗവൺമെൻറ് നമ്മളെ വല്ലാതെ ഞെരുക്കുമ്പോൾ, എല്ലാ അർത്ഥത്തിലും നമുക്ക് കിട്ടേണ്ട അവകാശങ്ങൾ നിഷേധിക്കുമ്പോൾ ഈ സംസ്ഥാനത്തിന് വേണ്ടി ശബ്ദമുയർത്താൻ ബാധ്യതയുള്ള UDF ആ ബാധ്യതയിൽ നിന്ന് ഒളിച്ചോടുന്നു എന്ന് മാത്രമല്ല, കേന്ദ്രത്തിൻ്റെ നയങ്ങൾക്ക് സ്തുതി പാടുന്ന സമീപനത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും ഈ സംസ്ഥാന താല്പര്യത്തിന് വിരുദ്ധമാണ് എന്ന് ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സാർ. കേന്ദ്ര സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങൾ, ഈ സംസ്ഥാനത്തിനെതിരെ വിരുദ്ധ നയങ്ങൾക്ക് നമുക്ക് സുപ്രീം കോടതിയെ സമീപിക്കേണ്ടി വന്നു. 8-ാം തീയതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നമ്മൾ കേന്ദ്രത്തിനെതിരെ പ്രക്ഷോഭവുമായി മുന്നോട്ട് പോവുകയാണ്. അതിനൊന്നും ക്ഷണിച്ചിട്ട് അക്കാര്യത്തിലൊന്നും സഹകരിക്കാൻ കൂട്ടാക്കാതെ ഇരയ്ക്കൊപ്പം നിൽക്കുകയും വേട്ടക്കാർക്കൊപ്പം വേട്ടയാടുകയും ചെയ്യുന്ന സമീപനമാണ് കേരളത്തിലെ UDFൻ്റേത് എന്ന് പറയേണ്ടിയിരിക്കുന്നു എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സാർ. ഇവിടെ കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാനത്തിനെതിരായിട്ട് എല്ലാ അർത്ഥത്തിലും നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ലഭിക്കേണ്ട ധനകാര്യ കമ്മീഷൻ വിഹിതം വെട്ടിക്കുറയ്ക്കുന്നു, നമ്മുടെ വായ്പാ പരിധി വെട്ടിക്കുറയ്ക്കുന്നു, ഓഫ് ബഡ്ജറ്റ് ബോറോയിങ്സ് ആകെ നമ്മുടെ കടപരിധിയിൽ ആക്കി തീർക്കുന്നു. ഇങ്ങനെ എല്ലാ പ്രകാരത്തിലും നമുക്ക് പ്രതിസന്ധി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അതേപോലെ തന്നെ രാജ്യത്ത് പ്രധാനമന്ത്രി തന്നെ സംസ്ഥാനങ്ങൾക്കുള്ള വിഹിതം വെട്ടിക്കുറയ്ക്കാൻ ഇടപെടുന്നു എന്ന ഗുരുതരമായ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുപോലെ രാജ്യത്തിൻ്റെ ധനനിയമങ്ങളും നയങ്ങളും ധനകാര്യമന്ത്രിക്ക് അവരുടെ ഭർത്താവിനെ പോലും ബോധ്യപ്പെടുത്താൻ കഴിയുന്നില്ല. കേന്ദ്ര ധനകാര്യമന്ത്രിയുടെ ഭർത്താവ് തന്നെ അതിനെതിരെ രംഗത്ത് വരുന്ന സ്ഥിതി നമ്മൾ സമീപകാലത്ത് സാക്ഷ്യം വഹിച്ചതാണ്. ഇങ്ങനെയെല്ലാം ഉള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഇത്തരം നയങ്ങൾക്കെതിരെ യോജിച്ച പോരാട്ടത്തിന് UDF മുന്നോട്ട് വരണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അതുപോലെ തന്നെ അവർ പാർലമെന്റ് നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഈ സന്ദർഭത്തിൽ കേരളത്തിന് അർഹമായ വിഹിതം നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പാർലമെന്റിൽ ഒരു പ്രമേയം കൊണ്ടുവരാൻ UDF തയ്യാറാവണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ